സഹായിക്കണം. ഞങ്ങൾക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛനിപ്പോൾ 2 വൃക്കകളും തകരാറിലായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാനായിട്ട് കുറേ ലക്ഷക്കണക്കിന് രൂപ വരുമെന്നാണ് ഡോക്ടർമാർ പറയണത്. എല്ലാവരും ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഞങ്ങളെ അച്ഛന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എൻ്റെ അച്ഛനെ സഹായിക്കണം. എൻ്റെ അച്ഛനല്ലാണ്ട് വേറെ ആരുമില്ല. എല്ലാവരും എൻ്റെ അച്ഛനെ വേണ്ടി പ്രാർത്ഥിക്കണം, സഹായിക്കണം. എൻ്റെ പേര് നാരായണൻ. ഞാൻ ഇരുവക്കയും തകരാറിലായി ഡയാലിസിലാണ് ജീവിക്കുന്നത്. കൂലിപ്പണിക്ക് പോയിട്ടാണ് ജീവിതം കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ ഡയാലിസിനും മരുന്നിനൊന്നും പൈസ ഇല്ലാണ്ട് നാട്ടുകാരുടെ സഹായത്താലാണ് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. 2 ചെറിയ കുഞ്ഞു മക്കളാണ്. അവരോടൊപ്പം ജീവിച്ചിട്ട് എനിക്ക് മതിയായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കിഡ്നി മാറ്റി വയ്ക്കാനായിട്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ ആലങ്കോട് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ഇവിടെ നാരായണൻ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പിറകിൽ കാണുന്ന ഈ നാട് മുഴുവനും ഒറ്റക്കെട്ടായി നമ്മുടെ മുമ്പിൽ വന്ന് യാചിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നാരായണന്റെ ജീവൻ രക്ഷിക്കാൻ നാം ഓരോരുത്തരും ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. പ്രിയപ്പെട്ടവരെ, ചെറിയ 2 കുഞ്ഞു മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. ഈ നാട്ടിലെ ഏതൊരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ, അതുപോലെ ഈ നാടിന്റെ എന്തൊരു പ്രയാസം വരുമ്പോഴും കൂടെ നിന്നുകൊണ്ട് ഈ നാടിന് താങ്ങും തണലുമാകുന്ന തന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി ഒരു നാട് മുഴുവൻ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരും ജ്യേഷ്ഠ സഹോദരന്മാർ, കാരണവന്മാർ, അനിയന്മാരൊക്കെ അദ്ദേഹത്തിന് വേണ്ടി കൈകോർക്കുമ്പോൾ ഒരിക്കലും അത് കണ്ടില്ല എന്ന് നടിക്കല്ലേ. പ്രിയപ്പെട്ടവരെ, ചെറിയൊരു എമൗണ്ട് ഈ അദ്ദേഹത്തിന്റെ ചികിത്സക്ക് വേണ്ടി നാട് മുഴുവനും സ്വരൂപിച്ചു കഴിഞ്ഞു. പക്ഷേ അത് അദ്ദേഹത്തിന്റെ ചികിത്സക്ക് സാധിക്കാത്തൊരവസ്ഥ വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒറ്റക്കെട്ടായി നമ്മുടെ മുമ്പിൽ നാട് കൈനീട്ടുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സൗഹൃദ വലയങ്ങളിൽക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് നാരായണന്റെ ജീവൻ രക്ഷിക്കാൻ കൂടെ നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. 7 ലക്ഷം രൂപയോളം ഇപ്പൊ അദ്ദേഹത്തിന്റെ ചികിത്സക്ക് വേണ്ടി ഇവിടുത്തെ ചികിത്സാ കമ്മിറ്റിയുടെ കയ്യിലുണ്ട്. ഏകദേശം ഒരു 10-35 ലക്ഷം രൂപയോളം നാം സ്വരൂപിക്കണം. പ്രിയപ്പെട്ടവരെ, ഇനി മക്കളൊക്കെ അച്ഛനെ കണ്ട് കൊതി പോലും തീർന്നിട്ടില്ല. എന്നിട്ട് നാരായണൻ പറഞ്ഞത്, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിന് പിന്നെ ആരുണ്ട്? ഞാൻ മാത്രമേ ഈ കുടുംബത്തിലുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വന്ന് ഒരു നാട് തന്നെ അപേക്ഷിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കണ്ടില്ല എന്ന് നടിക്കല്ലേ. ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരും അദ്ദേഹത്തിന്റെ ചികിത്സക്ക് വേണ്ടി കഴിവിന്റെ പരമാവധി സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാണ്. നാരായണനെ സംബന്ധിച്ചിടത്തോളം മറ്റാരും സഹായിക്കാനില്ല. ഈ പാവപ്പെട്ട നാരായണന് ഭാര്യയും 2 കുട്ടികളും അവരോടൊപ്പം നിത്യദാന ചെലവിന് പോലും വഴിയില്ലാതെ കഴിയുന്ന ഒരവസ്ഥയാണുള്ളത്. ഭീമമായ സംഖ്യ സ്വരൂപിക്കാൻ മറ്റു മാർഗമൊന്നുമില്ല. അവരെ സഹായിക്കണം. അവർക്ക് ആവശ്യമായ എല്ലാ വിധത്തിലുള്ള പിന്തുണയും നമ്മൾ നൽകണം. കഴിയുന്നത്ര സംഭാവന നൽകി ഈ കമ്മിറ്റിക്ക് എല്ലാവിധ സഹായ സഹകരണം നൽകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പന്താവൂർ മഹല്ല് ഖത്തീബ് മുഹമ്മദ് അലി ബാഖവി അത്തിപ്പറ്റ. ഞങ്ങളിവിടെ നമ്മുടെ ആലങ്കോട് പഞ്ചായത്തിൽ ഉൾക്കൊള്ളുന്ന പ്രസിഡന്റ് അടക്കമുള്ള പല വ്യക്തിത്വങ്ങളും ഒരുമിച്ച് കൂടിയ ഒരു വേദിയാണ്. പന്താവൂർ മനക്കടവത്ത് താമസിക്കുന്ന നാരായണൻ എന്ന സഹോദരന്റെ 2 വൃക്കകളും തകരാറിലായി ചികിത്സ തുടരുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെക്കൽ മാത്രമാണ് ചികിത്സാ ഫലമെന്ന രൂപത്തിൽ അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയ നാട്ടുകാരാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ ഇതുവരെ ഒരു ഭീമമായ സംഖ്യ നിങ്ങളെപ്പോലെയുള്ള ഉദാരമതികളുടെ സഹായത്താൽ ലഭിക്കുകയും അത് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇനിയും ഒരു വലിയ സംഖ്യ ഇതിനാവശ്യമാണ്. ആയതിനാൽ നമ്മൾ ഇതുവരെ സഹായിച്ചതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായി അദ്ദേഹത്തിന്റെ മക്കളുടെയും കുടുംബത്തിന്റെയൊക്കെ ഒരു ആശ്രയം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ എല്ലാവിധ സഹായങ്ങളും നൽകി ആദ്യമായി സഹകരിക്കണം. നമ്മുടെ ഓരോ സഹായങ്ങളും നമുക്ക് നേട്ടമാകാൻ അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും നമസ്കാരം. ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റാണ് ഷഹീർ. ഞങ്ങളുടെ പഞ്ചായത്തിൽ പന്താവൂർ പ്രദേശത്തുള്ള മലക്കുളത്തുള്ള സഹോദരൻ നാരായണൻ്റെ 2 വൃക്കകളും തകരാറിലാണ്. അദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫണ്ട് സമാഹരണത്തിലാണ് ഈ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ സമൂഹം ഈ നിൽക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. ഈ ആളുകളോട് മാത്രം മതിയാവില്ല എന്ന ലക്ഷ്യം കൊണ്ടാണ് നിങ്ങളെയും മുന്നിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്തായാലും
നിങ്ങളെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണം ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, പന്താവൂർ പ്രദേശത്ത് ഒരു കോളനിയിൽ വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന കുടുംബനാഥനാണ് ശ്രീനാരായണൻ. മനക്കടവത്ത് നാരായണന് ഭാര്യയും 2 വിദ്യാർത്ഥികളായ 2 കുട്ടികളുമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പണി തുടങ്ങി ഒരു പകുതി എത്തിയ മുഴുവനാവുന്നതിന് മുമ്പായിട്ടാണ് അദ്ദേഹത്തിന് അസുഖം ബാധിക്കുന്നത്. അന്നു മുതൽ ഈ ചുറ്റുവട്ടത്തുള്ള ആളുകളും നാട്ടുകാരും ഒക്കെ ചെറിയ സഹായങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും കിഡ്നി മാറ്റിവെക്കൽ പോലുള്ള ഒരു ഓപ്പറേഷന് ആവശ്യമായുള്ള വിഭവം ഇതുവരെ ലഭ്യമായിട്ടില്ല. നാരായണനെ സഹായിക്കുക, നാരായണന്റെ ജീവൻ രക്ഷിക്കുക, അദ്ദേഹം വളരെ മുമ്പത്തെ പോലെ സജീവമായി ഞങ്ങളുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ വലിയ മോഹമാണ്. അത് പൂവണിയിക്കാൻ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും കഴിയുന്ന എല്ലാ സഹായവും നാരായണന്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി ഞങ്ങൾ എടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് പണമായി അയച്ച് സഹായിക്കണം. എല്ലാവർക്കും നമസ്കാരം. വളരെ വേദനാജനകമായുള്ള സാഹചര്യത്തിലാണ് ഞങ്ങൾ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ നാടിൻ്റെ പ്രയാസങ്ങളാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒട്ടനവധി ചൊറുചൊറുക്കോടെ ഈ നാട്ടിൽ ഓടി നടന്നിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ഇന്ന് 2 വൃക്കകളും തകർന്ന് ആകെ കുടുംബത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. ഞങ്ങളുടെ സഹോദരനെ രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും അകമഴിഞ്ഞ സാമ്പത്തിക സഹായം ഈ പരിപാടിയിൽ ഉണ്ടാകണമെന്ന് ബ്ലോക്ക് മെമ്പർ എന്ന നിലയിൽ കൂടി വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു.